എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പം ഞാനൊരു മിന്നൽ പോലെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ചേട്ടായി ഇതിവിടെ ഒരു മാവിന് കൊടുത്ത പണി കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല കാര്യമാണല്ലോ, എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാനൊന്നും നേരം കിട്ടില്ല കേട്ടോ. ഞാൻ നേരെ വീഡിയോ ചാടി കയറി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നോക്കിക്കൂടെ, മാങ്ങ ഉണ്ടായി കിടക്കണ കണ്ടോ. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാവ് കുറേ നാളായിട്ട് ഇങ്ങനെ കായ്ക്കാതെ നിന്ന മാവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നോക്കിക്കണ്ട, ഇവിടെ 3 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 3 മാങ്ങ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു കുഞ്ഞിക്കാട്ടിക്ക മാങ്ങയുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മാങ്ങ ഈ മാവിൽ പിടിച്ചിട്ടുണ്ട്. ഇത് അവിടെ പൂത്ത് നിൽക്കുന്നതാണ് കാണാം. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെട്ടം കാരണം കുറച്ച് പാടുണ്ട്. ആ ഇലയുടെ ഇടയിൽ നോക്കിക്കേ മാങ്ങ കിടക്കണ കണ്ടോ. നിറയെ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടായി എന്ത് സൂത്രപ്പണിയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഈ മാവ് ഭയങ്കര വലിയ മാവൊന്നും അല്ല, ഒരു ചെറിയ മാവ് തന്നെയാണ് കണ്ടോ. ഇതാണ് ചേട്ടൻ കൊടുത്ത സൂത്രപ്പണി കണ്ടോ. മാവിനെ അരഞ്ഞാണ് ഇടിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വള ഇടിക്കുക എന്നൊക്കെ പറയും കണ്ടോ. അതിൻ്റെ ഇങ്ങനെ തൊലി ഇങ്ങനെ ചതച്ചിങ്ങനെ കൊടുത്തേക്കാണ് കണ്ടോ. ചുറ്റില്ല, അതിൻ്റെ ഒരുപാട് അകത്തേക്കല്ല കേട്ടോ ഇങ്ങനെ ചതച്ച് കൊടുത്തേക്കണം. അതിൻ്റെ തൊലി മാത്രം ഇങ്ങനെ ചതച്ചിങ്ങനെ എടുത്തേക്കാണ്. എന്നിട്ട് അത്രയും തൊലി അങ്ങനെ എടുത്ത് കളഞ്ഞു. ഒരുപാട് അകത്തേക്ക് അങ്ങനെ വിട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് അകത്തേക്ക് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മരം ഉണങ്ങിപ്പോകും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫസ്റ്റ് ലെയർ, ആ ഒരു മാവിൻ്റെ ഫസ്റ്റ് ലെയർ ഇതേപോലെ അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഏത് കായ്ക്കാത്ത മാവും കാച്ചിരിക്കും. റിസൾട്ട് കൂട്ടുകാർ കണ്ടല്ലോ, മാങ്ങ ഉണ്ടായി കിടക്കണ കണ്ടല്ലോ. കുറേ നാളായിട്ട് ഈ മാവ് ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുന്നതാണ്. വെട്ടിക്കളയാനായിട്ട് മനസ്സും വരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ മാവൂട്ടനെ ഒന്ന് വളയിടിച്ച് നോക്കിയത്. അപ്പോൾ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വീട്ടിൽ വന്നാൽ ആകെ ഇച്ചിരി നേരം കിട്ടുള്ളൂ കേട്ടോ. എന്നാലും ചേട്ടായിയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഓടി ചെല്ലും. അപ്പം അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടത്. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലും ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുന്ന മാവുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. ഉറപ്പായിട്ട് നമുക്ക് ഫലം കിട്ടും, മാങ്ങ ഉറപ്പായിട്ടും കിട്ടും. ഈ ഒരു മാവ് മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ 2 മാവ് ഇതേപോലെ തന്നെ ചേട്ടായി ചെയ്തിരുന്നു. രണ്ട് മാവിൽ ഒരു മാവ് ബഡ്ഡുമാവായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ എനിക്ക് നേരമില്ല കേട്ടോ. അപ്പം ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മാവ് കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.